എന്റെ കൈ പുള്ളി. നല്ല പുള്ളിയല്ലോ. 4 വിരലും പുള്ളി. വീട്ടിൽ കടു വറുക്കാൻ വേണ്ടിട്ടേ ചീനച്ചട്ടി ഓണാക്കിയിട്ട് ഞാൻ ഉള്ളി മൂക്കിട്ടെന്ന് കരുതിയിട്ട് ഇവിടെ സിമ്മാക്കി വെച്ചിട്ട് തുണി വിരിക്കാൻ വേണ്ടി പോയി. തുണി വിരിച്ചിട്ട് അവിടെ എന്തോന്നും ആലോചിച്ച് ഞാൻ നിന്നു. അപ്പോഴത്തേക്ക് ഇവിടുന്ന് വല്ലാത്തൊരു മണം. ഓടി വന്ന് നോക്കുമ്പോ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ. ഞാൻ അത് ഓർക്കാതെ കയറി ഇതിന്റെ പിടിയിലങ്ങ് പിടിച്ച് ഈ 2 സൈഡും പുള്ളി കിടക്കായിരുന്നു, ചൂടായി കിടക്കായിരുന്നു. പിടിച്ചത് പുള്ളി പോയി. അല്ലെങ്കിൽ പണ്ടേ ഉള്ള സ്വഭാവമാണല്ലോ, എന്തെങ്കിലും അടുപ്പിലെടുത്ത് വെച്ചിട്ട് അവിടെ എവിടെങ്കിലും പോയി ആലോചിച്ചോണ്ടിരിക്കും. കൈ പൊള്ളിന്ന്. കൈ പൊള്ളിയോ അമ്മയുടെ? അതീ കയറി പിടിച്ച് ചൂടായിട്ടിരിക്കുന്നു. അമ്മ രാവിലെ തന്നെ കൈ പൊള്ളണുണ്ടല്ലോ, ലക്ഷണം കേട്ടോ. ആര് പറഞ്ഞു? പണ്ട് ആരോഗ്യം പറഞ്ഞിട്ടുണ്ട്. അയ്യോ എന്റെ കൈ. എന്തെങ്കിലും പേസ്റ്റ് എന്തെങ്കിലും എടുത്തിടമ്മ. അയ്യോ തൊടല്ലേ. അതെ, എനിക്ക് ചായ വേണം. വേണ്ട, ഇട്ട് വെച്ച് എടുത്ത് കൂട്ടിയിട്ട് നല്ല കപ്പിരിക്കണം അവിടെ നിന്ന്. ഏടടിയേ കഴിവട്ടെ. എടാ നോക്കണോ, പേസ്റ്റ് ഇട്ടോടി. പേസ്റ്റ് ഒന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതാണ് മാത്രമല്ല, അത് എടുക്കുവാണെങ്കിൽ ഞാൻ അങ്ങ് അറ്റം വരെ പോണേ. അയ്യോ എനിക്ക് നീ കുറച്ച് എണ്ണ ഇട്ടോ. ആക്ച്വലി ഏത് കൈയാണ് പൊള്ളിയത് കണ്ടിട്ട് മനസ്സിലാവണില്ല. ഇടി ഈ 2 വിരലും ഈ 2 വിരലും ഈ വിരല് മൈക്രോസ്കോപ്പ് ഇട്ട് നോക്കണം കേട്ടോ. നിനക്കൊക്കെ പൊള്ളുമ്പോ അനുഭവിക്കും. ഉള്ളുന്നാണ് വേദന. പതുക്കെ എനിക്കതിട്ടോ. കൈ ഇടാതെ എടുക്കും. അമ്മ മധുരം ഇല്ലല്ലോ. മധുരവും ഇല്ല, ചൂടും ഇല്ല. നിനക്കല്ലേ മധുരം വേണ്ടാന്ന് പറഞ്ഞാൽ നീ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നീ ഡയറ്റ് ആയതുകൊണ്ട് മധുരം വേണ്ടെന്ന് ഞാൻ മധുരം ഇടാന്ന് വെച്ച് ആവശ്യമുള്ളതനുസരിച്ച് ഇട്ട് കുടിക്കട്ടെ. ചൂടില്ലല്ലോ അമ്മ ഇതില്. ചൂടൊന്നും ഇല്ലേ? ചായ ക്യാൻസൽ, എനിക്ക് ചായ വേണ്ട. പിന്നെ എന്തോന്ന് ഇന്നലത്തെ ചപ്പാത്തി ബാക്കി ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ചപ്പാത്തി വേണ്ടെങ്കിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കി തരാം. കറിയോ? കറി ഉരുളക്കിഴങ്ങ് കറി ഒന്ന് റീകണ്ടീഷൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ അത് കടു വറുത്തത്. ഒന്നും കൂടെ ആക്കി തരാം. ഗ്യാസ് അമ്മ എനിക്ക് പറ്റൂല. ഈ ഉമ്മാര് ഉടായ്പ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. നീ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഉപയോഗിക്കണ വാക്കുകളൊന്നും ഇവിടെ ഉപയോഗിക്കല്ലേ. ഉടായ്പ് എന്തോന്നത്? അമ്മ അടുത്ത് ഇങ്ങനെയാണ് സംസാരിക്കണേ. ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ നല്ല ചായ കിട്ടുമെന്ന് വിചാരിച്ചാ അതും കിട്ടിയില്ല. മണി ആ ചായ ഇട് മണി. ആ നല്ല തണുത്ത വെള്ളം എടുത്ത് കൂടി. അതിന് ഇതിനെയും കാട്ടി അതാ നല്ലത്. തണുത്ത വെള്ളം? ആ എന്തോടി? ചൂടും ഇല്ല മധുരവും ഇല്ല അച്ഛാ. അതെന്താ അറിയോ, ഇവക്ക് മധുരം വേണ്ടല്ലോ എന്ന് കരുതിട്ട് ഞാൻ മധുരം ഇടാതെ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ച് അപ്പൊ അവർക്ക് അത് ഇട്ട് കുടിക്കാനുള്ള മടിയിൽ കുറ്റം പറയണതാണ്, വേറെ ഒന്നുമില്ല. ഇതിനെയും കാട്ടി നല്ലത് ഇനി കടയിൽ പോയി കുടിക്കണയാണ്. ആ അത് ശരിയാണ് ചേച്ചി. ഓ അമ്മ കടയിൽ പോയി നല്ല ചൂട് ദോശ, അതിന്റെ പുറത്തൂടെ ചൂട് ചമ്മന്തി, കുറച്ച് സാമ്പാർ വേണമെങ്കിൽ, ഒരു പപ്പടം, നല്ല രസവടം. സൂപ്പറായിരിക്കും. ഒരു കാര്യം ചെയ്യ്, ചേച്ചി അനിയത്തി കൂടെ രാവിലെ കടയിൽ പോകും, നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് പോകും. നല്ലതായിരിക്കും. അമ്മയ്ക്ക് പരിപ്പടം വേണം. അതാ കാരാവട വേണോ? കാരാവട. ആ കാരാവട. ആ സ്റ്റോറി അമ്മയോടെ പറഞ്ഞാ നീ വാടി. ഇതൊക്കെ ആരടി മണി? പണ്ടേ കാരാവട നമ്മുടെ മരുതൻകുഴി ജംഗ്ഷനിലെ സുഗുണ്ണന്റെ കടയിലെ കാരാവട. ഓ കറുമുറാന്ന് ഇങ്ങനെ കടിച്ചു തിന്നും. അതാണ് കാരാവട. ഇപ്പോഴത്തെ കാരാവട വല്ലതും ഉണ്ട്? എവിടെയെങ്കിലും വാങ്ങിച്ചോണ്ട് വരുമോ? അമ്മ അമ്മ അയ്യോ ചവിട്ടി തേച്ചിങ് വന്നാ. ഇടി ഞാൻ ഇപ്പൊ തുടച്ചിട്ടതേ ഉള്ളൂ, അഴുക്കാക്കല്ലേ. സോറി അമ്മ, സോറി 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 സോറി, ഞാൻ കണ്ടില്ല അമ്മ. അമ്മ അതെ, ഓ എന്റെ ജീൻസും ടോപ്പും കഴിയായിരുന്നോ? ഇല്ല, അത് കഴുകാനുള്ള തുണികളുടെ കൂട്ടത്തിലേ ബക്കറ്റ് കൊണ്ടിട്ടേക്കുന്നു പുറത്ത്. അമ്മ എന്തോ നമ്മ കഴുകാത്ത? എനിക്ക് നാളെ രാവിലെ ഇട്ടോണ്ട് പോകാളെ. അത് എനിക്ക് സമയം കിട്ടിയില്ല. ഉച്ചയ്ക്ക് ശേഷം പറ്റുവാണെങ്കിൽ കഴുകിയിടാം കേട്ടാ. എന്റെ പൊന്നമ്മ, നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ അത് കഴുകണോന്ന്? സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ. എന്തോന്നടി? അവള് തുണി കഴുകിയിട്ടില്ല. അതെ, ഇനി ഉച്ചയ്ക്ക് ശേഷം കഴുകിയിട്ടാലും നാളത്തേക്ക് ഇടാൻ പറ്റും തോന്നുന്നില്ല. ജീൻസ് അല്ലേ, 2 ദിവസം എടുക്കണം. അത് കുഴപ്പമില്ല അമ്മ, ഇപ്പൊ പോയി ഒന്ന് കഴുകിട്ടാണ്. എടി ഞാൻ ഇപ്പൊ ഒരു ജോലി ചെയ്തോണ്ടിരിക്കല്ലേ, ഇന്നിടയിൽ ഞാൻ എങ്ങനെ പോയി ചെയ്യും? എന്റെ അമ്മ തറ തുടക്കണല്ലേ, തറ ഇറങ്ങി ഓടത്തൊന്നുമില്ല. അത് കഴുകിയിട്ടൊന്ന് തുടച്ചാലും മതി. എന്തോന്ന് പിങ്കി പറയണ? അമ്മയ്ക്ക് 100 കൂട്ടം ജോലി ഉള്ളതല്ലേ. അതെ അമ്മ, എന്റെ ടീഷർട്ട് ലെഗിൻസ് കഴുകിയിട്ടായിരുന്നാ? അതും ആ തുണികളുടെ കൂട്ടത്തിൽ കിടപ്പുണ്ട് അവിടെ. ആ നനയ്ക്കുള്ള തുണിയുടെ കൂട്ടത്തിൽ കൊണ്ട് ഇട്ടല്ല. അപ്പൊ ഒരു തുണി ഇല്ലേ ഇനി? ഇല്ല, എല്ലാം വെള്ളത്തിൽ കിടപ്പുണ്ട്. ഞാൻ എങ്ങനെ ജിമ്മിൽ പോവും? നീക്ക് നനച്ചിടണായിരുന്നു. ഓ കൊള്ളാം. അമ്മ തന്നെയല്ലേ പറയുന്ന ഞങ്ങൾ നനയ്ക്കുമ്പോ ഒന്നും വൃത്തിയാവില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യും. എന്നാ അങ്ങ് സമയത്ത് ചെയ്തും തരത്തില്ല. എന്ത് കഷ്ടം അമ്മ ഇത്. എന്തോന്ന് മക്കളെ? എന്റെ തുണി ഞാൻ പറഞ്ഞ എനിക്ക് നാളെ രാവിലെ ഇട്ടുകൊണ്ട് പോണം. അമ്മ നേരത്തെ നനയ്ക്കുന്ന കൂട്ടത്തിൽ എന്റെതും കൂടെ നനയ്ക്കണേന്ന്. ഇതിപ്പോ അമ്മ എന്റെ തുണി മാത്രം നനച്ചില്ല. മക്കളെ തുണിയുടെ കാര്യം പറയാ. മണി നീ എന്റെ നീല ഷർട്ട് തേച്ച് വെച്ചാ? അയ്യോ, അത് ഞാൻ രാത്രി തേച്ചുതരാം. ഈ രാത്രി എന്ന് പറഞ്ഞിട്ട് അവസരം നീ തേക്കത്തില്ല. പിന്നെ നാളെ ഓഫീസിൽ പോകുമ്പോ ഞാൻ രാവിലെ ഓടി പിടിച്ച് തേക്കേണ്ടി വരും. സ്വന്തം തുണിയെ തേച്ചെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നും ഇല്ല.
എടി നീ തന്നെയല്ലേ പറ ഞാൻ തേച്ചാൽ ശരിയാവില്ല, നീ അല്ലേ തേക്കാൻ പോകുമ്പോ പിടിച്ചു വാങ്ങിച്ചു പോണത്. എന്നിട്ട് എല്ലാം അമ്മ എന്നെ പറയുകയും ചെയ്യും, എന്നാ അമ്മ അങ്ങോട്ട് ഒട്ടും ഓർമ്മയില്ല. അമ്മയ്ക്ക് തന്നെ അറിഞ്ഞൂടെ ഇപ്പൊ അമ്മ എന്തൊക്കെയാണ് ചെയ്യണേന്ന്. നോക്ക് മേളിൽ എന്റെ ബെഡ്ഷീറ്റ് അത് കഴുകിയിട്ട് എത്ര ദിവസമായെന്ന് അറിയോ? ഞാൻ പറഞ്ഞു ലോണ്ടറി കൊടുത്ത് കഴുകാന്ന്. അപ്പൊ അതൊന്നും വേണ്ട, സ്വന്തമായിട്ട് കഴുകിയാലേ വൃത്തിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതും കൊടുക്കാൻ സമ്മതിക്കില്ല, സ്വന്തമായിട്ട് കഴുകത്തുമില്ല. നാറിയിട്ട് വയ്യാത്. ഒരു കാര്യം ചെയ്, ഇനി നിന്റെയൊക്കെ പുതപ്പും വിരിപ്പൊക്കെ സ്വന്തമായിട്ട് കഴിയാ മതി. ഞാൻ ഒരു കുന്തവും ചെയ്യണില്ല കേട്ടല്ലോ. ആ എന്ത് പറഞ്ഞാൽ അവസാനം അമ്മേനെ ഈ ദേഷ്യം. അമ്മയുടെ കുറ്റം എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ അമ്മയ്ക്ക് പിടിക്കത്തേ ഇല്ല. എന്തെങ്കിലും പറഞ്ഞാൽ ചാടിക്കടിക്കാൻ വരെയും ചെയ്യും, കണ്ണു തുറപ്പിച്ച് ഞങ്ങളെയൊക്കെ അടിച്ചൊരു താണ്ഡവായിരിക്കും. ഡേ പിങ്കി, എന്റെ നാവ് ഞാൻ പിഴുതെടുക്കും, നോക്കിക്കോ. നാക്ക് പിഴയിലും നാഗം പിഴയൊക്കെ അങ്ങ് പുലി നടയില് കേട്ടാ. അടുത്ത കാലത്തോടെ നിനക്ക് കുറച്ച് ദേഷ്യം കൂടുന്നുണ്ട് മണി. ഞാനേ ഒരു പണിയും ചെയ്തില്ല, എല്ലാം മാറി, എല്ലാരും പോ. ഞാൻ എങ്ങനെ പോവച്ചാ ജിമ്മില്? നീ പോണ്ട, അതാണ് നല്ല പോടി അവിടുന്ന്. കഷ്ടം. തുണിയുമില്ല, കറി മൊത്തം വറ്റി. അയ്യോ, ഇല്ല എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇത് ഇവിടെ ഇട്ടിട്ട് അവിടെ തുടയ്ക്കാൻ പോയി. എന്നിട്ട് ആ കൂടി കുഴപ്പമില്ല, കഴിച്ചു. ഇതവിടെ മാറ്റി വെക്കട്ടെ. എന്തോന്നിത്, എത്ര പാത്രങ്ങള്. മണി മണി എന്തോ മണി എന്തോന്ന് സൗണ്ട്? ആ അടുക്കളയാകുമ്പോ ചിലപ്പോ സൗണ്ടൊക്കെ കേൾക്കും. പിന്നെ അടുക്കള ഞാൻ കണ്ടിട്ടില്ലല്ലോ. അടുക്കളയൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അടുക്കളയിൽ പണിയൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ പറഞ്ഞിട്ടോ ഞാൻ എനിക്ക് അടുക്കള പണിയൊന്നും പറഞ്ഞിട്ട്. എടി 10-20 വയസ്സ് വരെ അമ്മയുടെ കൂടെ നിന്ന് അടുക്കള പണിയൊക്കെ നല്ലപോലെ അറിയാന്നുള്ളതാണ് ഞാൻ. അമ്മയെ ഞാൻ സഹായിക്കുമായിരുന്നു. ഓ എന്തോന്ന് വെച്ചാ ഇവിടെ? മോളെ ഒരു വലിയ സൗണ്ട് കേട്ടാണ് ഞാൻ വന്നത്, പാത്രം വീഴുന്ന സൗണ്ട്. ആ സൗണ്ട് മേളിൽ നിന്ന് കേട്ടാണ് ഞാനും വന്നത്. അതെ, ഇപ്പൊ ഇവളുടെ ദേഷ്യം മൊത്തം ഇവള് തീർക്കണം ഇവിടുത്തെ പാത്രങ്ങൾ എടുത്തെറിഞ്ഞിട്ടാണ്. രവിയേട്ടാ, എന്റെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കാനാണോ പ്ലാന്? പിന്നെ നിന്റെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കാൻ എനിക്കൊന്നും വേറെ പണിയില്ല. ചേച്ചി, ആ ചേച്ചി തുണി കഴുകാറില്ലേ നീ? അച്ഛാ, അച്ഛന് തുണി വല്ലതും കഴുകുണ്ടെങ്കിൽ എടുത്തു വെച്ചോ, ചേച്ചി കഴുകും. അച്ഛന്റെ തുണി ആരും എടുക്കണ്ട, അത് ഞാൻ കഴിക്കണം. അല്ല അമ്മ ഈ വാശി ആരോടാണ് തീർക്കുന്നത്? നിങ്ങൾക്ക് പിന്നെ വേണ്ടത് ഞാൻ എന്ത് ചെയ്യണം? അമ്മ ദേഷ്യം ഇച്ചിരി കുറയ്ക്കാൻ പറ്റുമോ ഇല്ലേ? മണി ചുമ്മാ ആവശ്യമില്ല പിള്ളേരെ അടിക്കല്ലേ. വളർന്നു വരുന്ന പെൺകുട്ടികളാണ്. വളർന്നു തന്നെ പെൺപിള്ളേരെ നാക്കിന്റെ നീളം കൂടി വരുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയൊന്നും നോക്കൂ. അത് എന്നെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് നിനക്കാണ്, മനസ്സിലായോ? പിള്ളേരെ അപ്പൊ മക്കളുടെ മോശം കാര്യങ്ങളൊക്കെ അമ്മമാര് നോക്കണം, അച്ഛന് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഓ സത്യം പറഞ്ഞ ഈ വീട്ടിൽ എന്നും വഴക്കാണ്. എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ പോയി നോക്കണം, അച്ഛനമ്മമാർ എന്ത് ഫ്രണ്ട്ലി ആണെന്ന് അറിയോ? ഇവിടെ ഉണ്ട് 2 എണ്ണം. ഓ ഈ വീട് ചന്ത കണക്കായി പോയി. ഇപ്പൊ ആര് കാരണമാണ് ഈ വീട് ചന്ത പോലെ ആയത്? അതുകൂടി പറയട്ടാ ഞാൻ പറയട്ടാ. നീ ആരെ പേടിപ്പിക്കുന്നേ? പറ. ഇപ്പൊ ഈ വീട് ചന്ത കണക്കാവാൻ കാരണം അമ്മയാണ്. കണ്ട അവളങ്ങ് പോയി കളഞ്ഞു. അവക്കറിയാം ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. എനിക്കും അറിയാം ഇവിടെ ഒന്നും ശരിയാവത്തില്ല. ഓടുന്നില്ലേ അവരെ കൂടെ? എന്റെ ഓട്ടം പണ്ടേ തുടങ്ങിയതല്ലേ. എന്റെ ഓടും. ഓ എന്നെ കല്യാണം കഴിഞ്ഞതോടുകൂടിയായിരിക്കല്ലേ നിങ്ങളുടെ ഓട്ടം തുടങ്ങിയത്? ഞാൻ ജനിച്ചത് മുതലേ ഓട തന്നെ. എന്നെ കെട്ടിയതിന് ശേഷം ആ ഓട്ടത്തിന് സ്പീഡ് ഒന്ന് കൂട്ടി, അത്രേ ഉള്ളൂ. കൂട്ടേണ്ടി വന്നു. മണി ചോറായ? മണി 2:30 ആയല്ലോ. നല്ല വിശപ്പ്. വിശന്നുകൊണ്ടാ ഞാൻ ഇറങ്ങി വന്നത്. വിശക്കുമ്പോ ഇറങ്ങി വരുമല്ലോ, അതുകൊണ്ടാ വിളിക്കാതിരുന്നത്. പിള്ളേരെ എവിടെ? പിള്ളേരെ വിളി. രവിയേട്ടനെ വേണമെങ്കിൽ രവിയേട്ടൻ വിളിച്ചോ.
മക്കളെ റിങ്കി പിങ്കി റിങ്കി ഈ പിള്ളേരവിടെ എന്തോ ചെയ്യുന്നു? ഈ വിളിയാണ് വർഷങ്ങളായിട്ട് ഞാൻ വിളിച്ച് വെറുത്തു പോയത്. പിങ്കി റിങ്കി മോളെ റിങ്കി ആ നീ വന്നേ. ആ ദാ വരുന്നേ. വാ എന്താച്ചാ? വാ ചോറിനാ വാ. പിങ്കി എവിടെ? ഊണ് റെഡി ആയാ? ആ പിങ്കി എവിടെ? പിങ്കി പിങ്കി ഓ മീൽസ് റെഡി ആയി. ദാ വരണേ. ഏത്തി വാ. എന്താ അമ്മ ഇത്ര ലേറ്റ് ആയത്? ഓ മണി 2:45 കഴിഞ്ഞില്ലേ? റെഡി ആയാ? ഓ വാ. ഓ എനിക്ക് വിശക്കണേ. കൈ എഴുവട്ടെ. റെഡിയാ റെഡിയാ. ഓ ഓ വിശക്കണ. കൈ എഴുവ് കൈ എഴുവ്. കയ്യൊക്കെ ഇനി ആടി. മാ വിളമ്പിത്താ. തന്നെത്താനെ വിളമ്പി അങ്ങ് കഴിച്ചാൽ മതി. ആ എന്താ മാ കഴിച്ചോ. മണി അമ്മയുടെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ? ശരി ഞാൻ വിളമ്പി തരാം, അമ്മ കഴിക്കും. എനിക്ക് വേണ്ട, ആ എന്ത്? ഞാൻ പിന്നെ കഴിച്ചോളാം. നീ പ്ലേറ്റ് എടുക്ക്, നീ കൊണ്ട് കഴിക്കും. ഞാൻ ഇപ്പൊ കഴിക്കുന്നില്ല, ഇവിടെ നിങ്ങൾ കഴിക്കും, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇടി എത്ര നേരമായി, സമയം തെറ്റിയാണ് ആഹാരം കഴിക്കാൻ. ഇപ്പൊ തന്നെ 2:45 സമയത്ത് കഴിക്കാത്തോണ്ടാണ് വണ്ണം വെക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും സമയം തെറ്റിയാണ് ആഹാരം കഴിക്കണം. ഇന്നലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി വന്നപ്പോ 3 മണിയായിരുന്നു. ഇപ്പൊ വിളമ്പോ എനിക്ക് വിശക്കണം, എന്റെ ദൈവമേ. അമ്മ ഇപ്പൊ കഴിക്കുന്നില്ലല്ലോ, നീ എടുക്ക്, എനിക്ക് വിശക്കണം. വാ മണി, നീ കൂടെ കഴിക്കും. വാ. കഴിക്കും, കൂട്ടാനൊക്കെ എടുത്ത് വെച്ചിട്ടു. എന്തോ നോക്കിക്കൊണ്ടിരിക്കണേ? കഴിക്ക്, ഇത് കഴി. ചോറ് മാറ്റിട്ടേ കറി വേറെ പോയി. എന്തു പറ്റി? കഴി അങ്ങോട്ട്. സമയം തെറ്റിയോണ്ടാണെന്ന് തോന്നണം അമ്മ, ഒട്ടും വിശപ്പില്ല. എനിക്ക് മതി. എനിക്കും അതെ. എന്ത് മതിന്ന്? കഴിക്കണേ ഇവിടുന്ന്? കഴിക്കാം. ഞാൻ വിളമ്പിയില്ല, കഴിച്ചില്ലെന്ന് വേണ്ട. കഴി. അയ്യോ അമ്മ 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 ഞാൻ ആ സാമ്പാർ കൂട്ടി കഴിക്കുവായിരുന്നോ? ഇപ്പൊ എന്തിനു ചോദിച്ചേ? സാമ്പാർ കൂട്ടി കഴിക്കണം, നിനക്ക് ഇതല്ലേ ഇഷ്ടം? നിനക്ക് വേണ്ടിയിട്ടില്ല ഞാൻ ഇതുണ്ടാക്കിയത്. അമ്മ ഞാനൊരു സത്യം പറയട്ടാ, എന്തോന്നൊക്കെ അറിയാമ്മ, ഇത് ഉപ്പ് വെള്ളോ? ഉപ്പുള്ളൂ? ആ എന്തോ പ്രശ്നം? അമ്മ ഇത് ഉപ്പ് കറിയാണോ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? പായ വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ല ഇത്. വിശപ്പും പോയി. എന്തോന്നമ്മ ഇത്? എന്തോന്നല്ലേ ഇതൊക്കെ? അമ്മ ഭയങ്കര ഉപ്പ് കൂടല്. വിശന്ന് വരുവായിരുന്നു, എനിക്ക് ഇനിയിപ്പോ ഒന്നും വേണ്ട. വിശപ്പും പോയി. ഞാൻ പോണെണിച്ച് അല്ല പഴങ്കഞ്ഞിയും തൈരൊക്കെ കൂട്ടി കഴിച്ചാൽ ഇനി ഈ ഉപ്പ് രസം വായിന്ന് പോകും. ഇല്ല, അത്രയ്ക്ക് ഉപ്പുണ്ടോ? ഉപ്പില്ല, പക്ഷെ കഴിക്കാൻ പറ്റില്ല മണി. കഴിക്കണ്ട, പോക്കോ. വേണ്ട, കഴിക്കണ്ട, പോ. ദൈവമേ, അമ്മ എന്തുവാണോന്തോ ഉണ്ടാക്കി വെച്ചേക്കണ കൊലച്ചോറാണത്. വിശക്കുന്നടി. നീ എനിക്കെന്ത് വിശക്കണില്ലെന്നാണ് നിന്റെ വിചാരം? എടി ആ ചോറിന്റെ കേസ് നീ ഒന്നും മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഞാൻ നൈസിന് അത് ഒഴിവാക്കി വെച്ചിട്ട് ഞാൻ സാമ്പാർ വെച്ച് കഴിച്ചേനെ. ഇപ്പൊ ഞാൻ മിണ്ടിയതായി കുറ്റം. അതല്ല അമ്മ കറി കുറച്ചും കൂടി നിനക്കൊടുത്ത് ഒഴിച്ച് തന്നിട്ട് കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചേ. അപ്പൊ അങ്ങനെയൊക്കെ ആയി. ഉപ്പാണെങ്കിൽ വായി വയ്ക്കാൻ കൊള്ളൂല. എന്തോന്നടി ഇത്? അമ്മ ഇപ്പൊ ഇങ്ങനെ തന്നെ ഒരു ഓർമ്മശക്തി ഇല്ല അമ്മയ്ക്ക്. ഭയങ്കര മറവി. ഉപ്പിട്ട് ചിലപ്പോ മറന്നുപോയി കാണും. ഇങ്ങനോ അമ്മയുടെ കുറ്റം പറച്ചിൽ കഴിഞ്ഞെങ്കിൽ അകത്തോട്ട് കയറി വരട്ടെ. ആ കുറ്റം പറഞ്ഞല്ല, കാര്യം പറഞ്ഞാണ്. കാര്യം പറഞ്ഞതാണ് അമ്മ. മക്കളെ ഒന്ന് ചോറ് കഴിക്കും, ഞാൻ ആ കൂട്ടാനൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ആ അമ്മ പാചക വിദഗ്ധയാണല്ലോ, അതുകൊണ്ട് അമ്മ ഉപ്പൊക്കെ കുറച്ചുണ്ടാക്കി വെക്കും. എന്നാലും ഞങ്ങൾക്ക് ഇനി വേണ്ട. വന്ന് കഴിക്കും പിള്ളാരെ. വേണ്ടമ്മ. അത് വേണ്ടാത്ത കഴിച്ചോ നിങ്ങള്? ഇല്ല കടിച്ചില്ലല്ലോ. ആ കടിച്ച കയറും. വാ അച്ഛാ, അച്ഛാ, രക്ഷ എന്ത് വിളിച്ചത്?
അതെ അമ്മ ഉപ്പൊക്കെ കുറച്ച് കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ പോയി ചോറ് കഴി. എനിക്ക് വേണ്ട. ആ കറി ഞാൻ ശരിയാക്കി, ഉപ്പൊക്കെ മാറ്റി ഇപ്പൊ ഓക്കെ ആയി, വന്ന് കഴിക്കി. അതിനി പിന്നെ കഴിക്കാം മണി, ഇപ്പൊ വേണ്ട. അമ്മ പറയേണ്ടത് ഒന്നും തോന്നല്ലേ അമ്മ. ഇപ്പൊ അമ്മയ്ക്ക് ഭയങ്കര മാറ്റമാണ്, പണ്ടത്തെ പോലെയല്ല അമ്മ. പണ്ടൊക്കെ ആയിരുന്നെങ്കിലേ ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് ശ്രദ്ധയായിരുന്നെന്ന് അറിയാവോ? ഡ്രസ്സ് ഒന്ന് പൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് പുതിയ ഡ്രസ്സ് മേടിച്ചു തരും. മുഷിഞ്ഞ ഡ്രസ്സൊക്കെ അപ്പ കഴുകി അമ്മ അലമാരയിൽ അടുക്കി വെക്കുക. ഇപ്പൊ ഒന്ന് പറഞ്ഞാൽ പോലും അമ്മ ചെയ്യത്തില്ല, ഒരു ഓർമ്മയില്ല അമ്മയ്ക്ക്. ഇപ്പൊ ഉപ്പ് കൂടിയ കേസ് തന്നെ അന്ന് മീൻ കറി ഉണ്ടാക്കിയപ്പോഴും ഇതുപോലെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല, കഷ്ടപ്പെട്ട് കഴിച്ചു. ഇപ്പോഴും ഇതുപോലെ തന്നെ. പറ, ഇനി വല്ലതുണ്ടെങ്കിലൊക്കെ പറ. എന്തൊക്കെ കുറ്റമുണ്ടോ ഒക്കെ പറഞ്ഞു. അവര് പറയട്ടെ, അവർക്ക് പറയാനുള്ളത് നമ്മുടെ തന്നെ പറയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ പറയാം. പിന്നെ അടുത്തുള്ളവർക്ക് പോയി പറയാൻ പറ്റുമോ? പറ, ബാക്കി ഇനി എന്തൊക്കെയാണ് എന്റെ കുറ്റങ്ങൾ കേക്കട്ടെ. അല്ല അമ്മേനെ ഞങ്ങളോട് ദേഷ്യം തീർക്കാൻ വേണ്ടി ഉപ്പുകാരി ഇട്ടതാണോ? മനപ്പൂർവ്വം ഇട്ടതോ? പറയണേക്ക് ആരെങ്കിലും ഏതെങ്കിലും അമ്മ ചെയ്യോ? മക്കൾക്ക് ഉപ്പ് വാരി ഇട്ട് കൊടുക്കോ? എന്തോ നിങ്ങൾ ഈ പറയണത്? രാവിലെ തൊട്ട് അമ്മയുടെ മൂഡ് മാറിയിരുന്നതാണ്, അതാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അമ്മയുടെ മൂഡ് മാറി അമ്മ മക്കൾക്ക് ഉപ്പ് വാരി ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ വിഷം ഇട്ട് കൊടുക്കും. എന്തൊന്നും പറയുന്നത്? വിഷത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. കണ്ട എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ അമ്മ എന്തെങ്കിലും അത് പിടിച്ചങ്ങ് തട്ടി അങ്ങ് കയറിക്കോ. കണ്ടോ, നോക്കി പേടിപ്പിക്കുന്നുണ്ടോ? എന്തെങ്കിലും പറഞ്ഞോടെ ഇതുപോലെ അങ്ങ് നോക്കി പേടിപ്പിച്ചോ. സത്യമാണ് അമ്മ പറഞ്ഞത്, അതിനെ നോക്കി പേടിപ്പിക്കേണ്ട ആവശ്യം എനിക്കൊന്നും പറയല്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. മക്കളെ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെ. പക്ഷെ അമ്മ ദേഷ്യപ്പെട്ടാണ് പോയത്. തന്നെ മേലെ ഒരു കാര്യം ആലോചിക്കണം. അവൾ വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യുന്നത്. മനസ്സിലായ? ഒരു റെസ്റ്റ് ഇല്ലാതെയാണ് അവളിവിടെ പണി ചെയ്യുന്നത്. നമുക്ക് പോയി അമ്മയുടെ കാര്യമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ ദേഷ്യമൊക്കെ മാറി സ്നേഹമായിട്ട് പോകാം. ഇപ്പൊ പോയി കഴിഞ്ഞാൽ അമ്മയുടെ നല്ല കിട്ടും. കുറച്ച് കഴിയട്ടെ, എന്നിട്ട് പോവാ. മണിക്കുട്ടി, ഇതെന്തോ ചപ്പാത്തിയാ രാത്രി? നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ചോറ് മതിയായിരുന്നല്ലോ. മണി, കൈ എടുക്ക്. അമ്മ അമ്മ എന്തോന്നമ്മ? ഞാൻ നിങ്ങളോട് ആരോടും ഒരു പരാതിക്കും വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോട്ടെ. മണി, പിള്ളേരെന്തോ പറഞ്ഞെന്ന് വിചാരിച്ചു നീ ഇത്ര ഫീൽ ചെയ്യണോ? അവരെന്നെ എന്തൊക്കെ പറഞ്ഞാണെന്ന് നിങ്ങൾ കേട്ടാണല്ലോ. അതിനൊക്കെ ശരി വെച്ച് കൂടെ നിൽക്കുകയും ചെയ്ത് പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്തു. എനിക്ക് പറ്റാവുന്നിടത്തോളം കാലം ഞാൻ ചെയ്യും, എല്ലാ ജോലിയും ചെയ്ത് ഇവിടെ നിൽക്കും. എന്ന് എന്നെ കൊണ്ട് പറ്റാണ്ടാവുന്നു അന്ന് ഞാൻ ഇവിടെ വിട്ടു പോകും. പിള്ളേരിങ്ങനെ അപ്പോഴത്തെ പറഞ്ഞല്ലേ. എനിക്ക് എന്തൊക്കെ വയ്യായകളുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും? എനിക്ക് അരമണിക്കൂർ തികച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്നിട്ടാണ് ഈ വീട്ടിലെ സകല പണികളും ചെയ്യുന്നത്. എന്ന് 24 മണിക്കൂറും തലവേദനയാണ്. ആരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ടോ അമ്മയുടെ തലവേദന എങ്ങനെയുണ്ടെന്നോ? അല്ലെങ്കിൽ തലവേദന ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും അറിയാറുണ്ടോ? മേലുവേദന എങ്ങനെയുണ്ടോ? ഒരു മരുന്ന് എടുത്തു തരാറുണ്ടോ? വേണ്ട, അതൊന്നും എനിക്ക് വേണ്ടി ആരും ചെയ്തു തരണ്ട. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടാണെന്നറിയോ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്? M.Com വരെ പഠിച്ചതാ ഞാൻ. എനിക്കൊരു ജോലി കിട്ടുമായിരുന്നു. പക്ഷെ ആ ജോലി വേണ്ടാന്ന് വെച്ചതാ. ആർക്ക് വേണ്ടി? നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് വേറെ ആളെ ഏൽപ്പിച്ചു പോകാൻ പറ്റൂല. എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം. എനിക്ക് നിങ്ങൾ 3 പേരേ ഉള്ളൂ. ഞാൻ ഈ പറയണതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിലേ എന്റെ സ്ഥാനത്ത് നിങ്ങൾ എത്തണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മക്കളുണ്ടാവുമ്പോൾ നിങ്ങളൊരു അമ്മയാകുമ്പോൾ മനസ്സിലാവും അതൊക്കെ. അമ്മ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. ഞങ്ങൾക്ക് നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന അമ്മയാണ് ആവശ്യം, അല്ലാതെ ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന അമ്മയല്ല. അയ്യോ അമ്മ, കരയാതെ മണി. കരയല്ലേ അമ്മ? അമ്മ അമ്മ കരയല്ല, അമ്മ കരയല്ല. അയ്യേ, അമ്മ കരഞ്ഞു കഴിഞ്ഞാ ഒട്ടും കൊള്ളൂല അമ്മ. അമ്മ കരയല്ലേ അമ്മ? പ്ലീസ് അമ്മ കരയല്ലേ. അമ്മ അച്ഛൻ എന്താ കരയാൻ തുടങ്ങിയേ? അച്ഛൻ കരയാൻ ഈ സീൻ ഭയങ്കര ബോറാവും. നോക്ക്, കരയല്ലമ്മ, ചിരി അമ്മ. കരയല്ലമ്മ, ചിരി അമ്മ. ചിരി മണി പ്ലീസ്. ചക്കുരം മണിയല്ലേ? ചിരി 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 ചിരി. വിട് വിട് അമ്മ 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 നോക്കമ്മ. അമ്മ സോറി അമ്മ, സോറി. ചിരി അമ്മ, ചിരി അമ്മ, ചിരി അമ്മ, ചിരി. അക്കരയല്ലേ ചിരി? ചിരി. ആ അതേനെ അതേനെ, ചിരി വരട്ടെ. ചിരി നോക്ക്. ഭയങ്കര സൗന്ദര്യം വിചാരം.
പോ എല്ലാരും പോ ഞാൻ പണിയെടുക്കട്ടെ. ചപ്പാത്തി വേണോ ചോറ് വേണോ? എന്തോന്നമ്മ? രാത്രി ചപ്പാത്തി വേണോ ചോറ് വേണോ? ചപ്പാത്തിയാ? എന്റെ അമ്മ ഇന്നലെ ചപ്പാത്തി ഇല്ലായിരുന്നോ? മെനഞ്ഞാന്ന് ചപ്പാത്തി ഇല്ലായിരുന്നോ? ഇന്നും ചപ്പാത്തി, നാളെയും ചപ്പാത്തി, ഈ മാസം മൊത്തം ചപ്പാത്തി. ഇത് എന്തോന്നമ്മ അമ്മയെ കൂടെ തോറ്റു. ചപ്പാത്തി മതി, ചപ്പാത്തി മതി, മതി മതി.